ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. എനിക്ക് സുഖാണ്. ഇന്ന് ഞാൻ ബേബി ബെഡ് സെറ്റിന്റെ ഒരു വീഡിയോ ആണ്. അതിലേക്ക് ഞാൻ പിന്നെ പില്ലോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഫീൽഡ് ഡേയിന് പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ ഒരു ഡെക്കറേഷൻ കുട്ടികൾക്ക് നോക്കി കിടക്കാൻ എന്നുള്ള രൂപത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബെഡൊക്കെ നല്ലൊരു കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ആദ്യമായിട്ട് നമ്മളൊരു ഡിസൈൻ കണ്ടെടുത്ത് അത് ചെയ്യുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അതിന്റെ ബെഡിന്റെ ആദ്യത്തെ ലെയർ ഉണ്ടാക്കി അതിന്റെ പുറമെ ഇങ്ങനെ റോളാക്കി എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട്. ഞാൻ പിന്നെ ഷീറ്റ് വാങ്ങിയതായിരുന്നു. എന്നിട്ട് അത് റോളാക്കി വെച്ച് അതിന്റെ ഉള്ളിലേക്ക് ആ വീഡിയോ ഒന്നും എടുക്കാഞ്ഞത് വെച്ചാൽ അതൊക്കെ വീഡിയോ ലെങ്ത് ആവും, അത്രയും ലെങ്ത് ആയിട്ടുണ്ടായിരുന്നു. അത്ര കുറച്ചൊരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നു ഇതിലേക്ക് എടുക്കാനിട്ടോ. പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ബെഡ് നല്ല ഇഷ്ടമായിട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. അങ്ങനെ ഞാനിതാ ഒക്കെ തുന്നി അതിന്റെ തുന്നി വെച്ചതാട്ടോ ഇത്. ഇതിലല്ലെങ്കിൽ റിബൺ ലൈസ് കൊണ്ട് കെട്ടിയിട്ട് വെക്കുന്നതുണ്ട്. എനിക്ക് എളുപ്പം തോന്നിയത് തുന്നുന്നതാണ്. അതുകൊണ്ട് ഞാൻ തുന്നിയിട്ട് ഇങ്ങനെ ബെഡ് ഇങ്ങനെ ആക്കി. എങ്ങനെ ഇഷ്ടമായിട്ടുണ്ടോ? പിന്നെ അതിലേക്ക് ഒരു പില്ലോ വേണമല്ലോ. ഞാൻ പിന്നെ ക്രീം കളറാണ് ട്ടോ എടുത്തത്. നമ്മൾ രണ്ട് കളറാണ്, ക്രീമും ആ ബ്രൗണും ആണ് എടുത്തിട്ടുള്ളത് തുണി. ഞാൻ ഇതിന്റെ ഉള്ളിൽ വെച്ച ഷീറ്റ് അതാ, പിന്നെ അതാ സ്പോഞ്ച്. ആ ഷീറ്റ് വെച്ചിട്ടാണ് ഞാൻ ബെഡിന് പിന്നിട്ടില്ലേനോ അതിങ്ങനെ റോൾ ചെയ്തിട്ടാണ് കേട്ടോ അതിന്റെ ഉള്ളിൽ പിന്നെ നമ്മൾ അടിച്ചിട്ട് പിന്നെ തിരിച്ചിട്ടത് ശേഷമാണ് ഇത് റോൾ ചെയ്തത് അതിൽ കയറ്റിയിട്ട് പിന്നിട്ടത് കേട്ടോ. അതിന്റെ ബാക്കിനെ കൊണ്ടാണ് ഞാൻ ഇതേപോലെ പില്ലോക്ക് ചെയ്യുന്നത്. പില്ലോ അങ്ങനെ അതാ സാധാ പോലെ തന്നെ റൗണ്ടിൽ ചെയ്തിട്ട് പിന്നെ അതിൽ തലക്കിന്റെ ഭാഗത്ത് കുറച്ച് കട്ടിയിൽ വെക്കും. നമ്മൾ ഇവിടെ ഈ സൈഡിൽ അടിച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചെറിയ ഭാഗം മാത്രം തുന്നാൻ മാത്രമേ വെക്കുള്ളൂ. അതൊക്കെ മറിച്ചിട്ടിട്ടൊക്കെ ചെയ്യുന്നതാണ്. ഞാൻ നിങ്ങളോട് ഇങ്ങനെ ഏകദേശം ഇങ്ങനെ പറഞ്ഞു തരുന്നതാണ്. ഇത് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് കത്തും. അതേപോലെ കണ്ടോ, ഇങ്ങനെ ഒരു പില്ലോ ഉണ്ടാക്കി. പിന്നെ അതിനൊരു നെറ്റ് വേണമല്ലോ, അതിന് പൈപ്പ്, അതിന് വേറൊരു സ്റ്റിക്കർ പോലത്തെ എന്തോ ഒരു സാധനം ഉണ്ട്. അപ്പൊ എനിക്ക് അത് പെട്ടെന്ന് പോയി വാങ്ങിക്കാനും കഴിഞ്ഞില്ല. ലാസ്റ്റ് ടൈമിലാണ് ഞാൻ അതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറെ വീട്ടിൽ വിരുന്നാർ വരുത്തും, പിന്നെ അതിന്റെ ഇടയിൽ ഇത് ഉണ്ടാക്കലൊക്കെ ആകുമ്പോൾ കുറച്ചൊരു ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്താക്കി, ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാ വിചാരിച്ച അങ്ങനെ ഞാൻ ഈ പൈപ്പ് വാങ്ങി വെച്ചത്. എന്താ വെച്ചാൽ കമ്പി വെക്കുമ്പോൾ കുട്ടികളെ മേത്ത് തട്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നെറ്റ് അടിച്ചത്. അതിന്റെ മേലെ വെക്കുന്ന നമ്മള് ആ ബെഡിന് മേലെ ഒരു നെറ്റായിട്ട് കവറിങ് ആയിട്ട് കൊതുകടിക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അതും ചെയ്ത്. പിന്നെ നമ്മൾ മേലെ ഇടുന്ന ഒരു തുണി ഉണ്ടല്ലോ, നമ്മൾ പ്രസവിച്ച് കിടക്കുമ്പോൾ സാധാരണ ബെഡ്ഷീറ്റ് അല്ലല്ലോ വിരിക്കലും, നമ്മളിങ്ങനാണ് ഇതേ കളറ് മാച്ച് ചെയ്തിട്ട് ഇത് വിരിച്ചത്. അതിന് വേണ്ടിയിട്ട് പിന്നെ തൊട്ടിലായിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അങ്ങനെയാണ് ഞാൻ ചെയ്തത് കേട്ടോ. അതങ്ങനെ ആ ബ്രൗണിനെ കൊണ്ട് ആ കര അടിച്ച് അതേ പീസ് വെട്ടിയിട്ട് ഗമ്മ് വെച്ച് ഒട്ടിച്ചെടുത്തത് ആ ഡിസൈൻ. നമ്മൾ ബലൂണിന്റെ തീമായിരുന്നു, അതിനെ കൊണ്ടാണ് ഇതേ ഡിസൈൻ ഒക്കെ ചെയ്തത്. എന്നിട്ട് ഞാൻ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ മറ്റേ നൂലുണ്ടല്ലോ, നമ്മളെ കൈ തുന്നുന്ന നൂല്, അത് ബോബിലിട്ടിട്ട് ഇതിന്റെ ചുറ്റും ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ കളർ നൂലെടുത്തിട്ട് ബോബിൽ ചുറ്റി കഴിഞ്ഞതിന് ശേഷം ഇട്ടിട്ട് പിന്നെ നമ്മൾ വേറൊരു രണ്ട് പുതപ്പ് പോലത്തെ എടുത്തിട്ടുണ്ട്. തൊട്ടില്ല എന്ന് തന്നെ പറയാം, തൊട്ടിൽ തുണിയും തന്നെ. പക്ഷെ നമ്മൾ തൽക്കാലം നമ്മൾ ഹോസ്പിറ്റലിൽ പൊതുക്കുന്നത് ആ പുതപ്പായിരുന്നു. അങ്ങനെ രണ്ടെണ്ണം ഈ ഡിസൈനൊക്കെ ഞാൻ എൻ്റെ അടുത്തുള്ള മെഷീൻ ആയതിനെ കൊണ്ട്, ഇങ്ങനത്തെ മെഷീൻ ആയതിനെ കൊണ്ട് നല്ല റാഹത്തിൽ ചെയ്യാൻ വേണ്ടി പറ്റി. ഡിസൈനൊക്കെ ചെയ്യല്ലോ. അങ്ങനെ ബോബിലിട്ടിട്ട് ഞാനൊന്ന് അടിച്ചു നോക്കാണ്. അടിപൊളിയായിട്ട് കണ്ടോ, നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ നമുക്ക് ഇത് വരഞ്ഞിട്ട് ഒരു തുണിയിൽ ഇങ്ങനെ വരഞ്ഞിട്ട് അടിനൂലിലാണ് നമ്മൾ മറ്റേ നൂല് കയറ്റിയത്, ഏത് ബോബിലില്. അപ്പൊ മേലെ നൂല് സ്റ്റിച്ച് മേലെ ഭാഗത്ത്, ചീത്ത ഭാഗം മേലത്തെ ഭാഗമായിട്ട് വന്നിട്ടാണ് അങ്ങനെ കേട്ടോ ഞാൻ ചെയ്തത്. അപ്പോഴെല്ലാം നമുക്ക് അടിനൂലിൽ നല്ല വൃത്തിയായിട്ട് കിട്ടുള്ളൂ. അങ്ങനെതാ ഞാൻ സ്റ്റിച്ച് ചെയ്യാണ്. അങ്ങനെ കുറച്ചൊരു, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ എത്ര നേരം വേണമെങ്കിലും ഇതിനോട് മെനക്കെട്ടിരിക്കാൻ എനിക്കിഷ്ടമാണ്. ഫ്രോക്ക് ആണെങ്കിലും എത്ര നമുക്ക് ഇഷ്ടമുള്ള സംഗതിയൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മെഷീന്റെ മേലെ എത്ര ടൈം വേണമെങ്കിലും ഞാൻ ഇരിക്കും. അങ്ങനെ ഞാൻ ഇതേപോലെ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ മാഗത്തിന്റെ ഒരു ഇതില് ചെയ്തതാട്ടോ. കണ്ടോ, അങ്ങനെ ഉണ്ടോ? കമന്റ് ചെയ്യ്, ഉണ്ടോ ഇല്ല എന്നുള്ളത് കേട്ടോ. അങ്ങനെ എന്റെ കഴിവിനനുസരിച്ച് ഞാൻ ചെയ്തതാണ്. ഇതിനെക്കാട്ടി കഴിവുള്ളവരൊക്കെ ഉണ്ടാവും, ഇതിനെക്കാട്ടി നല്ല വൃത്തിയിൽ ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ അങ്ങനെ അതൊരു ബലൂണ് പോലെ ചെയ്ത്, കണ്ടോ, സ്റ്റിച്ചൊക്കെ ചെയ്ത്. നമ്മൾ എംബ്രോയിഡിങ്ങിന്റെ ഇത് ഇട്ടിട്ട് റിങ് ഇട്ടിട്ടല്ലല്ലോ ചെയ്യുന്നത്. അപ്പൊ പിന്നെ വരഞ്ഞതൊക്കെ ആകുമ്പോൾ കുറച്ചൊരു ഇതാണ്. അപ്പൊ ചിലപ്പോൾ എംബ്രോയിഡിങ്ങിന്റെ ഇട്ടാൽ ഒന്നും കൂടി വൃത്തിയായിട്ട് കിട്ടും എന്ന് വിചാരിക്കുന്നു. അപ്പൊ എനിക്കൊരു പേടി, ഇതിങ്ങനെ ചെയ്ത് വരുമ്പോ പിന്നെ നമ്മള് വിചാരിച്ച ലെവലിൽ എത്തുന്നു. അപ്പൊ അങ്ങനെ ചെയ്തപ്പൊക്കെ എനിക്കും എന്റെ മോക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതങ്ങനെ ഫുള്ളായിട്ട് അങ്ങനെ ചെയ്ത് അതാകെ 3എണ്ണം ഒക്കെ നമ്മള് പിന്നെ ഈ വിരിച്ചു കിടക്കുമ്പോ മേലിങ്ങനെ കുറച്ച് കാണുന്ന രൂപത്തിൽ മാത്രമായിട്ടാണ് ഈ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ.
കൂടുതലായിട്ടൊന്നും ചെയ്തില്ല. ഇത് അതേപോലെ തന്നെ കണ്ട ഇങ്ങനെ വിരിച്ചു കൊടുക്കുമ്പോൾ നമ്മളെ മേലില് അതിന്റെ അടിയിലൊക്കെ ഞാൻ ബലൂൺ പോലെയൊക്കെ ചെയ്ത്, പിന്നെ നമ്മള് എയർ ബലൂൺ പോലെ തൂക്കുന്നതിന് ഇല്ലേ, അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തതാട്ടോ. എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. അങ്ങനെ ആ ശരിക്കും ആ ഇതുപോലെ തന്നെ ആക്കിയിട്ട് ആ കോണാകൃതിയിൽ ഇങ്ങനെ ചെറുങ്ങനെ വളച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴാണ് ശരിക്കും ആ ഒരു ബലൂണിന്റെ ഇതുവരെ. ഇതൊക്കെ കുറച്ച് നിങ്ങൾ ചോദിക്കൂ, ഇതൊക്കെ കുറച്ച് പണിയില്ല, പക്ഷെ നമുക്ക് വേണമെങ്കിൽ മെഷീൻ ഇല്ലല്ലോ, നമുക്ക് ഇങ്ങനത്തെ ചെയ്യണമെങ്കിൽ നമുക്ക് കയ്യിനെ കൊണ്ട് തുന്നിയിട്ടും ചെയ്യട്ടോ. നല്ല രസമായിട്ടുണ്ട്. നമുക്ക് കാണുമ്പോ ഒരു ഒരു രസമല്ലേ അല്ലെ? എല്ലാം ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമായും ചെയ്തിട്ടോ ഞാൻ ഉണ്ടാക്കിയത്. അത് അപ്പൊ നമുക്ക് കുറച്ചും കൂടി സന്തോഷമാണല്ലോ. എല്ലാവരും കണ്ടപ്പോ പറഞ്ഞ് നല്ല രസമായിട്ടുണ്ട്. ഞാൻ ആദ്യം പിന്നെ വിചാരിച്ചിരുന്നു ആർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊരു സങ്കടമാണല്ലോ അല്ലെ. നമ്മൾ ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടപ്പോ ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. അത്രയും മെനക്കെട്ടതിനെ കൊണ്ട് അപ്പൊ ഒരു വിഷമില്ല. പക്ഷെ മെനക്കെട്ട് ഉണ്ടാക്കിയാൽ ഇഷ്ടപ്പെട്ടാല് നമുക്ക് സന്തോഷമാണല്ലോ ഉണ്ടാവുക. അപ്പൊ അങ്ങനെ അപ്പൊ എനിക്കല്ലെങ്കിലും നമ്മൾ ഇങ്ങനെ ബേബി ബാഗുകളൊക്കെ ആദ്യം മൂത്ത മോളേനും ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. അന്ന് പിന്നെ യൂട്യൂബ് ഒന്നും ഇല്ലാത്തതിനെ കൊണ്ട് നിങ്ങൾ കണ്ടില്ല എന്നുള്ളൂ. പക്ഷെ അന്ന് ഞാൻ ബാഗും കൊട്ടയൊക്കെ ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തതായിരുന്നു. അപ്പൊ അത് വേറൊരു ഇതായിരുന്നു. അപ്പൊ ഇത് നമ്മൾ വേറൊരു രൂപത്തിലൊക്കെ, അതാണ് ആ ബെഡ് അങ്ങനത്തെ രൂപത്തിൽ നമ്മൾ ചെയ്ത്. ഇപ്പത്തെ മറ്റേ ടൈപ്പൊക്കെ ഞാൻ മോളം ആദ്യത്തെ കുട്ടികൾക്ക് ചെയ്തു പോയതായിരുന്നു. അപ്പൊ നമ്മൾ വേറെ വെറൈറ്റി ആക്കാന്നുള്ള നിലക്കാണ് നമ്മളെ ഒരു കഴിവിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയത്. കുറച്ച് പണിയാണ് കേട്ടോ. അവിടെ ചെറിയ ഭാഗമല്ല, അപ്പൊ മെല്ലെ 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 ആക്കിയിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇട്ടിട്ട് ഇങ്ങനെ മറിച്ചെടുക്കണം. കുറച്ചൊരു ക്ഷമ വേണം കേട്ടോ. ഇതൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ക്ഷമ തന്നെ വേണം. എന്നിട്ട് ഈ പഞ്ഞി ഇട്ടിട്ട് കുറച്ച് നല്ലോണം ഉള്ളോടുക്ക് നല്ല തിക്നെസ്സിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലോണം അങ്ങനെ ചെറുങ്ങനെ ചെറുങ്ങനെ വിരൽ വെച്ചിട്ട് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് അതിന്റെ അത് ബോളായിട്ട് ഒരു ബലൂൺ പോലെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. നമ്മൾ ചെയ്യുന്ന മാതിരിയല്ലേ. അങ്ങനെതാ ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ്. കുറച്ചൊരു ക്ഷമ വേണം, ഞാൻ പറഞ്ഞില്ലേ, കുറച്ചൊരു ക്ഷമ വേണം. എന്നിട്ട് ആ ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്ത് അതിന്റെയൊക്കെ വൃത്തിയിലാക്കിയിട്ടൊക്കെ കൊണ്ടുവരണം. അല്ല ഇങ്ങനെ ചെയ്ത് നന്നായിട്ട് ഉള്ളോട്ട് അത്യാവശ്യം കൊള്ളുന്ന രൂപത്തിൽ ആ ബോള് പോലെ ആവുന്നവരെ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അതന്നെ ബേബി ക്യാരി ബാഗ് ഇല്ല, അതിലും ഞാൻ ഇതേപോലെ ചെയ്തു. അപ്പൊ മാഗത്തിന് നമ്മളെ കൈ വിരലൊന്നും പോകില്ല. അപ്പൊ ഞാൻ പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കി വെക്കാണ് കേട്ടോ. പെൻസിൽ വെച്ചാൽ ചെറിയ ഭാഗമല്ലോ ഹോള് വരുത്താൻ പറ്റുള്ളൂ. നമ്മൾ കൂടുതൽ ഭാഗം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് കാണല്ലോ. അപ്പൊ കാണും ചെയ്യരുത്, വൃത്തിയും വേണം. അപ്പൊ ഇങ്ങനെ ഡിസൈൻ ആയി കിട്ടും വേണം. അപ്പൊ അങ്ങനെ ചെയ്യാൻ കേട്ടോ. അങ്ങനെതാ അങ്ങനെ ഓരോന്നായിട്ട് ചെയ്ത് ഇത് ചെയ്തത് എങ്ങനെയുണ്ട് എന്ന് പറയണം കേട്ടോ. കണ്ട എങ്ങനെയുണ്ട്, നല്ല രസമായിട്ടില്ലേ? എനിക്കിഷ്ടായിട്ടോ. അതേപോലെ കണ്ടവർക്ക് ഇഷ്ടമായി, അതുകൊണ്ട് കൊണ്ട് ഒരു സമാധാനമുണ്ട്. പിന്നെ നമ്മള് മോളെ ക്യാരി ബാഗാണ് ഉണ്ടാക്കിയത്. അത് ഇതേ ക്രീമിൽ മതി എന്ന് പറഞ്ഞ മോള്. അങ്ങനെ നമ്മൾ ആദ്യം പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയ ശേഷം ഞാൻ ഇത് ഈ ഭാഗത്ത് സിബ് വെക്കുന്നുണ്ട്, താഴ് ഭാഗം അടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഈ സൈഡ് ഭാഗം മാത്രം സിബ് വെക്കുന്നുണ്ട്. അത് മതിയല്ലോ, തുറന്നാല് ബേബിനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അത്ര മതിയല്ലോ. അങ്ങനെ ചെറിയൊരു ബാഗ് ആക്കിയിട്ടാണ് ഞാൻ ചെയ്തത്. കുട്ടികളെ കൊണ്ടുപോകുന്ന മറ്റേ നമ്മൾ സാധാരണ വാങ്ങുന്നതിനെക്കാട്ടും ഒരു വ്യത്യസ്ത. അപ്പൊ ഞാൻ എന്താക്കി, ആ ബ്രൗൺ ഇതിനെ കൊണ്ട് നല്ല ചെറിയ റോൾ ഇതായിട്ട് എടുത്ത് നമ്മൾ മറിച്ചെടുത്ത് എന്നിട്ട് പിന്നെ ഇങ്ങനെ പിന്നെടുത്തിട്ട് അതിന് ഇതേപോലെ അതിന് മുകളിൽ രണ്ട് ഭാഗത്ത് ഡിസൈൻ ആയിട്ട് ചെയ്ത് കണ്ട. എന്നിട്ട് അതിനൊരു ബലൂണും കൊടുത്ത്. അപ്പൊ എങ്ങനെയുണ്ട്? വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.